ഇന്ന് രാവിലെ കുറേ പണികളുണ്ട്. നേരെ അച്ഛനെയും കൊണ്ട് കുന്നിക്കോട് കാവേരി ഗ്യാസ് ഏജൻസിയിൽ പോകണം. അപ്പം അമ്മയുടെ പേരിൽ നിന്ന് അച്ഛൻ്റെ പേരിലേക്ക് അത് ഗ്യാസ് മാറ്റണം. അപ്പോൾ ഗ്യാസ് കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് റെഡിയാക്കണം. പിന്നെ അച്ഛന് ഷേവ് ചെയ്യണം, മുടി വെട്ടണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഞങ്ങൾ രാവിലെ തന്നെ അച്ഛനെ റെഡിയാക്കി. വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ വന്നു. ചില സമയത്തൊക്കെ അച്ഛൻ വിളിച്ചാൽ വരത്തില്ല. ഇന്നെന്തോ ഞാൻ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചപ്പോഴും ഉടുപ്പൊക്കെ ഇട്ടു, ചെരുപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വണ്ടിയിൽ കയറി. ഇനി ഞങ്ങൾ നേരെ കുന്നിക്കോട്, അവിടെയാണ് ഞങ്ങളുടെ ഗ്യാസ് ഏജൻസി, കാവേരി ഗ്യാസ് ഏജൻസി. ഞാനിപ്പം നമ്മുടെ ഗ്യാസ് അമ്മയുടെ പേരിൽ ഇത്രയും വർഷമായിട്ട് മാറ്റിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ക്യാൻസലായി, ഗ്യാസ് തീർന്നു. അപ്പം അങ്ങനെ അച്ഛൻ്റെ പേരിലാക്കാൻ വേണ്ടി വന്നേ. ഇപ്പം റേഷൻ കാർഡിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടി വന്നു. അപ്പം കുന്നിക്കോട്ടാ അവിടെ ഒരു ജ്യൂസ് കടയിൽ പോയി അച്ഛനൊരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ഇല്ലയോ? ആ ജ്യൂസും കൂടെ കഴിച്ചിട്ട് നമുക്ക് അവിടെ പോയി റെഡിയാക്കി കേട്ടോ. മാംഗോ ജ്യൂസ് പറഞ്ഞു അച്ഛന്. അതായത് നേരെ തലമുടി വെട്ടാൻ പോകണം അല്ലേ? ഇത് മൊത്തം ബിസിയാ. ഓക്കെ, അത് വന്ന് അങ്ങനെ എടുത്തിട്ടപ്പോ ആണ് 8 26 അതെ 26 ആയി. പൊന്നാർസി പുളു പറയല്ലേ. ആർസി മുമ്പേ ഒരു കള്ളത്തരം പറഞ്ഞല്ലോ. നിങ്ങളുടെ പേരെന്തോ? എന്റെ പേര് രാമേന്ദ്രൻ നായർ. രാമേന്ദ്രൻ നായർ. മുമ്പേ ചോദിച്ചോ പറഞ്ഞു രാമേന്ദ്രൻ നായർ എന്നല്ല. അത് തന്നെ ഞാൻ പറഞ്ഞു. എന്തോ അത്ര തന്നെ ഇല്ലായിരുന്നു. അന്നപ്പോ അവിടെ നിന്നിട്ട് ഞാൻ നേരെ അവിടെ പോയിട്ടാ അവിടെ വന്നത്. സതീഷ് ഇപ്പൊ എന്ത്? സതീഷ് കണ്ടില്ല. അത് അന്നേരം മുതലേ ആ കടത്തിന്റെ അവരുടെ കയ്യിൽ ഇരിക്കുക. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. അല്ല അങ്ങനെ ജ്യൂസ് വന്നിട്ടുണ്ട്. ആണ് നമ്മുടെ ഗ്യാസിന്റെ ഓഫീസ്. ഇവിടെ വന്നു കുറച്ച് സമയം താമസം എടുക്കും. അപ്പം ഞങ്ങൾ മേടിച്ച ജ്യൂസ് അച്ഛന് കൊണ്ടുവന്നു. ഇവിടെ എങ്ങനുണ്ട്? നല്ല മാങ്ങയും പാലും കൂടെ ചേർന്ന് ഫൈനാണല്ലോ. ഇത് മതിയല്ലോ, ഇത് കളഞ്ഞോട്ടെ. മൊത്തം കുടിച്ചല്ലോ. ഓക്കെ. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. ഞാൻ അകത്തോട്ട് പോയി അവിടെ സാറിനെ വിളിച്ച് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വെയിൽ അച്ചിറങ്ങി പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കൂടി വണ്ടിയിലോട്ട് വന്നു. സാർ അതിൽ ആവശ്യമുണ്ടെങ്കിൽ അകത്തോട്ട് വിളിക്കും. ഫോമൊക്കെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ അച്ഛൻ്റെ ഒപ്പ് വേണം. ഓക്കെ ഇല്ലയോ? ആ, കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം കേട്ടോ. മുടി വെട്ടണം, ഷേവ് ചെയ്യണം. ഇനി വീട്ടിൽ പോയിട്ട് വേണം കറി ഉണ്ടാക്കാൻ. നമ്മൾ ചോറ് വെച്ചിട്ടാ വന്ന്. ഇല്ലേ, മീനോ എന്തെങ്കിലും മേടിച്ചോണ്ട് പോയി കറി വെക്കണം കേട്ടോ. സതീഷ് എന്തേ? സതീഷ് ഇന്നില്ലല്ലേ? വന്നില്ല. രാവിലെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? അവിടെ ഇരിക്കുന്നായിരുന്നു. എവിടെ? ആ വറവ് ഇരിക്കുന്നുണ്ട്. ആ അറവില്ലയോ? അറവിലോ? അവിടുന്ന് നേരെ ഗ്യാസ്, കാവേരി ഗ്യാസ് ഏജൻസിയിൽ നിന്ന് നേരെയാണ് വെട്ടിക്കലിലേക്ക് പോവുകയാണ്. നേരെ ഇനി ബാർബർ ഷോപ്പിലോട്ട് ചെന്നു. അവിടെ ഇപ്പം ശരത്തിൻ്റെ പുതിയ കടയാണ്. അപ്പം 2ാമത്തെ നിലയിലാണ്. ഇപ്പം ഇവിടെ ആകുമ്പം എനിക്ക് സൗകര്യമാണ്. മറ്റേത് അവിടെ നിന്ന് അച്ഛൻ വണ്ടിയിലൊക്കെ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പം വണ്ടി അങ്ങ് നേരെ ആ ഒരു സ്റ്റെയർകേസിൻ്റെ അവിടെ തന്നെ എത്തും. അവിടെ കൊണ്ടുവന്നു. അതുപോലെ പതിപോലെ തന്നെ ശരത്തൊരു തുണിയുടെ കൂട്ടത് കൊടുത്തു. ഇനി അച്ഛൻ കൈയൊക്കെ മടക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ആദ്യമേ ഭയങ്കര പാടായിരുന്നു ഇരിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്തു. അച്ഛൻ പിന്നെ പതുക്കെ വന്നിരുന്നു. ഷേവ് ചെയ്തു, മുടിയൊക്കെ എടുത്തു, എല്ലാം സെറ്റാക്കി. ഇനിയിപ്പം നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അവിടുത്തെ കടയിൽ നിന്ന് മീൻ മേടിച്ചു, പിന്നെ കപ്പയും മേടിച്ചു. ഇപ്പം തന്നെ 1 മണിയോളം ആയി. പിന്നെ അച്ഛൻ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് അച്ഛന് വിശപ്പ് കാണത്തില്ല. സ്റ്റെപ്പൊക്കെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി കാറിലോട്ട് അച്ഛനെ കയറ്റി. മറ്റേത് റോഡ് സൈഡിലായിരുന്നു ഈ കട. അപ്പോൾ റോഡ് സൈഡിലാകുമ്പോൾ അച്ഛൻ ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ താല്പര്യമില്ലായിരുന്നു. അന്നൊക്കെ ബുദ്ധിമുട്ടി വേണം ഇറങ്ങാനായിട്ട്, നമ്മൾ നിർബന്ധിക്കണം. പക്ഷേ ഇതാകുമ്പം നേരെ ഒഴിഞ്ഞ സ്ഥലത്തോട്ടാണ്. അച്ഛൻ കറക്റ്റ് ഇറങ്ങി വരും. ഇപ്പം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം നല്ല തേങ്ങാച്ചെറിയാണ്.
മുരിങ്ങയ്ക്ക, മാങ്ങ, തക്കാളി, ഉണ്ടമുളക്. ഇത് മീനിന് വെച്ച് നമ്മൾ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിമീനാണ് മേടിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഉണ്ടമുളക് ഉണ്ടായിരുന്നു. തിളച്ച് കഴിഞ്ഞപ്പം മീനൊക്കെ ഇട്ട് ഇച്ചിട്ട് ഉണ്ടമുളകൊക്കെ ഇട്ടു. നല്ല മണമാണ്, നല്ല എരിയാണ്. പിന്നെ നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. ആ കപ്പയും വേവിച്ചു. പിന്നെ ഒരു സലാഡ്, ചോറുണ്ടായിരുന്നു. അച്ഛന് ചോറും കപ്പ, സലാഡ്, മീൻകറി. ഏതാ അത്? കപ്പയാ. ചീനി ചീനി മധുരം വരുന്ന ചീനിക്ക് മധുരം കാണത്തില്ല. അത് കഴിക്കും, മൊത്തം കഴിക്കണേ. മീനും മുരിങ്ങയ്ക്കൊക്കെ എടുത്ത് കഴിക്കും. എത്ര ഇഷ്ടമില്ലേ മുരിങ്ങയ്ക്ക? അല്ല, മുരിങ്ങയ്ക്ക ആണ്ടേ കഴിച്ചോട്ടെ. മുടിയൊക്കെ വെട്ടിയ കുട്ടപ്പനായി. പക്ഷെ താമസിച്ചു. ഞങ്ങൾ വന്നപ്പോൾ 1 മണിയായി. 1 മണി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പം 2:15 പക്ഷെ അച്ഛന് വിശപ്പിട്ട് കാണത്തില്ല. കാരണം അച്ഛൻ ഒരു മാംഗോ ജ്യൂസ് കുടിച്ചായിരുന്നു അല്ലേ? രാവിലെ ഇഡ്ഡലി അയച്ച്. മുരിങ്ങയ്ക്ക എടുത്തോ, നല്ലയാ. ഇവിടെ ഇല്ല ഇപ്പോഴും ഇല്ല. മൊത്തം കഴിച്ചായിട്ട് ചോറും ശാലം ചോറും ശാലം കപ്പ എടുത്തിട്ടുള്ളൂ അച്ഛൻ. ഈ മുരിങ്ങക്കോല എടുക്കത്തെ അച്ഛന് മുരിങ്ങക്കോല ഭയങ്കര ഇഷ്ടമല്ലേ? ആണ്ടേ ഇതാണ്ടേ സാറിന് ഇഷ്ടമല്ലേ? ആണ്ടേ കാന്തുമ്പോൾ പല്ലൂടെ പോരല്ലേ? മൊത്തം കഴിക്കണേ കേട്ടോ? ഓക്കെ ഓക്കെ. അന്നെ അച്ഛൻ്റെ ഉച്ചക്കലത്തെ ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം കഴിക്കുക കേട്ടോ? ഓക്കെ ഓക്കെ സാർ. ഓക്കെ. Mm-hmm.